പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ടെന്ന്, അതായത് മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യജാലങ്ങൾ, മണ്ണ്, കല്ല്, ഇതിനെല്ലാം ഓറയുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഓറയെക്കുറിച്ച് സാറ് പഠിച്ചിട്ടുണ്ടല്ലോ, വളരെയധികം ഗവേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തുളസി നമ്മളുടെ ഏറ്റവും ലളിതമായി വെച്ച് പിടിപ്പിക്കാവുന്നതും നമ്മൾ ഏറ്റവും ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണല്ലോ തുളസി. ഈ തുളസിയുടെ ഓറയെക്കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ ഒരു കണ്ടെത്തൽ? തുളസി ഈ അതീന്ദ്രിയ ദർശികൾ നോക്കുമ്പോൾ, ക്ലെയർവൈൻസ് എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഓറ പോലുള്ള ഊർജ്ജ ശരീരം, എല്ലാത്തിൻ്റെയും ഊർജ്ജ ശരീരം കാണാൻ കഴിയുന്ന ആളുകളാണ് ഈ ക്ലെയർവൈൻസ് അല്ലെങ്കിൽ അതീന്ദ്രിയ ദർശികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ തുളസിയുടെ ആദ്യ ലെയർ നല്ല പ്രകാശമാനമായ വെളുത്ത പ്രാണനാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് നല്ല സാന്ദ്രമായ വയലറ്റ് പ്രാണനാണ്. വയലറ്റ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രാണനാണ്, ശരിക്ക് ഈ ദൈവികമായ പ്രാണനാണ് വയലറ്റ് പ്രാണൻ. വെളുത്ത പ്രാണൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണനും അടങ്ങിയതാണ്. നമ്മൾ ഓറഞ്ച് പ്രാണൻ, പച്ചപ്രാണൻ, ഇങ്ങനെ പലതരം പ്രാണനുണ്ട് ഈ ഓരോ അവയവുമായിട്ട് ബന്ധപ്പെട്ട്. ആ പ്രാണൻ എല്ലാം അടങ്ങുന്ന പ്രാണനാണ് ഈ വെളുത്ത പ്രാണൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിൽ വളരെ കൂടുതലുള്ളത് വയലറ്റ് പ്രാണനാണ്. വെളുത്ത പ്രാണൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും സാന്ദ്രമായ, ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന വയലറ്റ് പ്രാണൻ. വയലറ്റ് പ്രാണന് ശേഷം പച്ചപ്രാണനുണ്ട്, കുറച്ച് ഓറഞ്ച് പ്രാണനുണ്ട്, ഇങ്ങനെ എല്ലാ പ്രാണനും തുളസിയിലുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയാം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഈ ഓരോ അവയവത്തിനും ആവശ്യമായ ഊർജം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തുളസി ഏതിനും ഉപയോഗിക്കാം. ഭാരതത്തിൽ തന്നെ തുളസി വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. രാമതുളസി, കൃഷ്ണതുളസി, വിഷ്ണുപ്രിയ, വിഷ്ണു തുളസി, ഇങ്ങനെ വിവിധ പേരുകളിൽ. ഇതിൽ തന്നെ വ്യത്യസ്തമായ ഇനങ്ങളുമുണ്ട്. 10-ലധികം ഇനങ്ങളുണ്ട് തുളസിക്ക്. വെളുത്ത തുളസിയും കറുത്ത തുളസിയുമുണ്ട്. വെളുത്ത തുളസിയിൽ തന്നെ സാധാരണ തുളസിയും രാമതുളസിയുമുണ്ട്. സാധാരണ നമ്മൾ നട്ടുവളർത്തുന്ന ഈ തുളസിയുടെ ഇലയും തണ്ടും നല്ല പച്ച നിറത്തിലാണ്. പച്ചനിറം തന്നെയാണെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമാണ് രാമതുളസിയുടെ രൂപവും ഇലയും. ഇത് കർപ്പൂര തുളസി. സാധാരണ നമ്മൾ കാണുന്ന തുളസിയുടെ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കർപ്പൂര തുളസിയുടെ രൂപം. പക്ഷേ സാധാരണ തുളസിക്കുള്ള ഔഷധ ഗുണങ്ങളെല്ലാം തന്നെ ഈ തുളസിക്കുമുണ്ട്. കർപ്പൂര തുളസി കരിഞ്ജീരകം ചേർത്ത് കഷായമാക്കി സേവിച്ചാൽ സ്ത്രീകൾക്ക് ആർത്തവകാലത്തുണ്ടാവുന്ന വേദനയ്ക്ക് കുറവുണ്ടാകുമെന്ന് നാട്ടറിവ്. തുളസി ചേരുന്ന അനവധി ഔഷധങ്ങളുണ്ട്. ഈ പീനസം മുതലായിട്ടുള്ള, പുതിയ ഭാഷയിലാണെങ്കിൽ സൈനസ് എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷ പീനസം. ആ പീനസം എന്ന് പറഞ്ഞാൽ മൂക്കടയ്ക്കുക, കഫക്കെട്ട് വരിക എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളിൽ വരുന്ന കഫക്കെട്ടിനാണ് അത് പറയുക. അതിന് വളരെ വിശേഷമായിട്ടുള്ളതാണ്. കഴിക്കാൻ മാത്രമല്ല, തുളസിയുടെ നീരും വെളിച്ചെണ്ണയും കൂല്ലെങ്കിൽ എണ്ണയും കൂടി മൂപ്പിച്ച് അത് മൂക്കിൽ വലിക്കുക, അത് നെറ്റിയിൽ പുരട്ടുക, ഇതൊക്കെ ചെയ്താൽ വളരെ വിശേഷമാണ്. അതേപോലെ തുളസി, കറുത്ത തുളസിയാണ്. തുളസിയിൽ പ്രാമാണ്യം കറുത്ത തുളസിക്കാണ്. കറുത്ത തുളസിയുടെ ഇലയും ജീരകം അല്ലെങ്കിൽ ദോഷകോപം അനുസരിച്ചിട്ട്, രോഗിയെ അനുസരിച്ചിട്ട് വേണ്ടത് കൂടി അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ വളരെ കഫഹരമാണ്. കഫം ചുരുങ്ങാൻ വളരെ എളുപ്പമായിട്ടുള്ളതാണ്. അതേപോലെ തുളസിയുടെ ഇലയോ തുളസിയുടെ കതിരോ ചെറുതായി കൊത്തി നുറുക്കി പുകച്ച് ആ പുക ഏൽപ്പിച്ചാൽ അത് രോഗപ്രതിരോധത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ പുറമെ ഇനി ഒരു ഇതും കൂടി പറയാം, ഇതുവരെ തോന്നിയില്ല. അത് വില്വാദി ഗുളിക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഈ വില്വാദി ഗുളികയിൽ വലിയൊരു വേഷക്കാരനാണ് തുളസി. അതിൽ ഇഷ്യൊന്നും വരുന്നില്ല. വില്വസ്യ മൂലം സുരസസ്യ പുഷ്പം ഫലം കരഞ്ചസ്യ നതം സുരാഹ്വം, പിന്നെന്താ 2 കൂട്ടം കൂടി ഉണ്ട്, തോന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇത് വിഷത്തിനുള്ള വിധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിഷത്തിനല്ല ഇപ്പോൾ അധികം ആളുകളും ധരിച്ചിട്ടുള്ളത് വയറിളക്കം വന്നാൽ വില്വാദി ഗുളിക കഴിക്കുക എന്നാണ്. സ്വതേ വില്വാദി ഗുളിക വയറിളക്കത്തിന് വിധിച്ചതല്ല, വിഷത്തിന് വിധിച്ചതാണ്. അത് അറിയില്ല, പലർക്കും അറിയില്ല. വില്വാദി ഗുളികയിൽ വലിയൊരു
ഭാഗമാണ് തുളസിക്കുള്ളത്. കറുത്ത തുളസി അല്ലെങ്കിൽ കരിന്തുളസി എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണ തുളസി. കൃഷ്ണവർണം, അതായത് കറുപ്പ് നിറമാണെന്ന് പറയാമെങ്കിലും ഇതിന് പർപ്പിൾ എന്ന നിറത്തിനോടാണ് കൂടുതലും അടുപ്പം. ഇലയും തണ്ടും എല്ലാം കൃഷ്ണവർണ്ണമാണ് ഈ ഇനത്തിന്. കൃഷ്ണ തുളസിയാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളതെന്ന് വൈദ്യകുലം പറയുന്നു. തുളസി സമൂലം കഴുകി ചതച്ച് നീരെടുത്ത് കൂവളത്തിൻ്റെ ഇലയും ചേർത്ത് കൂവളത്തിലെ ചതച്ച് പിഴിഞ്ഞ നീരും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ചെവിയെ ആശ്രയിച്ചുണ്ടാകുന്ന പൂതീകരണം, അതുപോലെ ചെവി പൊട്ടിയൊലിക്കുന്ന രോഗങ്ങൾ എന്നിവയെല്ലാം ഈ തൈലം നേർമയിൽ ചൂടാക്കി ഇന്ദുപ്പ് ചേർത്ത് കർണപൂരണത്തിനായും, അതുപോലെ തന്നെ തുളസിയും എരിക്കിൻ്റെ ഇല രണ്ടും കൂടെ ചേർത്ത് കാടിയിൽ തിളപ്പിച്ച് അത് കർണശാളനത്തിനായിട്ടും ചെവി കഴുകുന്നതിന്, അതുപോലെ ചെവിയിൽ ഈ തൈലം തുണി തിരിയർത്ത് ചെവി തുടയ്ക്കുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്നു. ഇത് ചെവിയെ ആശ്രയിച്ചുണ്ടാകുന്ന വിവിധ രോഗങ്ങളിൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു ഔഷധയോഗമാണ്. പിന്നെ തുളസി തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ഒരു പ്രതിരോധകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം ധാതുക്ഷയം സംഭവിച്ചവർക്കും അതുപോലെ പെട്ടെന്ന് തന്നെയുള്ള പകർച്ചവ്യാധികൾ വരാതെയുമൊക്കെ ഈ തുളസി കഞ്ഞി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. തുളസിയില തന്നെ തുളസിയുടെ സമൂലം കഴുകി ചതച്ച് കഷായ യോഗ പ്രകാരം 4 ഇരട്ടി വെള്ളത്തിൽ വെന്ത് 4-1 വറ്റിച്ച് കഷായ രൂപേണ അരിച്ചെടുത്ത് ആ കഷായത്തിൽ ഞവരേരി വേവിച്ച് ഞവരക്കഞ്ഞി വെച്ച് പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്തോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതും രോഗപ്രതിരോധകമായിട്ടുമുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആഹാരമാകുന്നു.